അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിനെക്കുറിച്ച് അറിയാനുള്ള, അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരം റഹ്മാനായ റബ്ബ് നമുക്ക് തന്നിരിക്കുകയാണല്ലേ. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. റഹ്മാനായ റബ്ബിനെ ഏറ്റവും കൂടുതൽ അടുത്തറിയാനും അതിലൂടെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും അങ്ങനെ റബ്ബിൻ്റെ ഇഷ്ടദാസന്മാരായി അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇന്ന് നമുക്ക് പറയാനുള്ളത് അൽ ഇലാഹ് എന്ന നാമത്തെക്കുറിച്ചാണ്. നമ്മൾ അള്ളാഹുനും അർ റബ്ബ് എന്നുള്ള നാമങ്ങൾ രണ്ടെണ്ണം മനസ്സിലാക്കിയില്ലേ. ഇനി അൽ ഇലാഹ് എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉലൂഹിയത്തിൻ്റെ ആ ഒരു വിശേഷണം, അതാണ് ഈ അൽ ഇലാഹ് എന്നുള്ള ഈ ഒരു നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്കർഹൻ അല്ലേ. യഥാർത്ഥ ആരാധ്യനായിട്ട് വേറെ ആരും ഇല്ല. അപ്പോൾ ആരാധിക്കപ്പെടുന്നവൻ, അതാണ് അൽ ഇലാഹ് എന്നുള്ള അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മൾ ഓരോരുത്തരും അല്ലേ, നമ്മളെ ഹൃദയങ്ങൾ അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം വിനയപ്പെട്ട് വഴിപ്പെട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം തൃപ്തി ഒക്കെ ആഗ്രഹിച്ചിട്ട് എന്താക്കണം, അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കണം അല്ലെ, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മത്തഖദല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹിൻ ഇദൻ ലദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ്. എന്താ പറയുന്നറിയോ? അല്ലാഹു തആല ഒരു സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല. അവനോടൊപ്പം യാതൊരു ഇലാഹും ഉണ്ടായിട്ടുമില്ല അല്ലേ. വമാ കാന മഅഹു മിൻ ഇലാഹിൻ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഓരോ ഇലാഹും അവരവർ സൃഷ്ടിച്ച ഓരോന്നും കൊണ്ട് പൊയ്ക്കളയുമായിരുന്നു എന്ന് പറയും. അപ്പം ആരാധിക്കപ്പെടുന്നവനും ആരാധിക്കുന്നവനെ സൃഷ്ടിച്ചവനും അവന് ഉപജീവനം കനിയുന്നവനും നിയന്ത്രിക്കുന്നവനും അതിനെല്ലാം കഴിവുള്ളവനുമാകുന്നത് വരെ അതെന്താണ്, അവൻ ഇലാഹാവുകയില്ല എന്ന് പറയും. അപ്പം അപ്രകാരം അല്ലെങ്കിൽ അവൻ ഒരിക്കലും എന്തല്ല, ഇലാഹല്ല. അപ്പോൾ നമ്മൾ ചില ആളുകളെ, അതായത് അള്ളാഹുവിന് പുറമെ ഇലാഹുകളാക്കി വെച്ച് ആരാധിക്കുന്ന ആൾക്കാരുണ്ടല്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഏത് രീതിയിൽ അന്യായമായ രീതിയിൽ ആരാധിക്കപ്പെട്ടാലും അവരെന്താകൂല, ഒരിക്കലും ഇലാഹാകൂല അല്ലേ. ഈ ഒരു കഴിവ് അവർക്ക് ഇല്ല തന്നെ. അപ്പോൾ അള്ളാഹു മാത്രമാണ് എന്ത്, ആരാധനക്ക് അർഹനായിട്ടുള്ളത്. ബാക്കി എല്ലാം എന്താണ്, അള്ളാഹുവിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചതാണല്ലേ. ബാക്കി എല്ലാവരും, എല്ലാ വസ്തുക്കളും എല്ലാ ആളുകളും എല്ലാം എന്താണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ അടിമകളും കൂടിയാണ്, അള്ളാഹുവിൻ്റെ ഇബാദുകളാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ എല്ലാവരും ശ്രദ്ധ പതിപ്പിക്കണം, സൂക്ഷ്മത പാലിക്കണം. അള്ളാഹു അല്ലാത്ത ഒരു ആളിലേക്ക് നമ്മളുടെ യാതൊരു വിധത്തിലുള്ള റിക്വസ്റ്റും പോകാൻ പാടില്ല. ആ കാര്യത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കണം. അള്ളാഹു ആണെന്ത്, വഹുവല്ലദീ ഫിസ് സമാഇ ഇലാഹുൻ വഫിൽ അർദി ഇലാഹുൻ. ആകാശങ്ങളിലും ആകാശത്തും ഭൂമിയിലും എല്ലാം എന്താണ്, ഇലാഹായിട്ടുള്ളത് അള്ളാഹു ആണെന്നാണ് പറയുന്നത്. വ ഇലാഹുക്കും ഇലാഹു വാഹിദ്. ഏക ഇലാഹായ അള്ളാഹു അല്ലേ. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു ഇലാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അല്ലേ. യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ സന്തതികളോട് ചോദിക്കുന്നുണ്ട് അല്ലേ, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക. അന്നേരം അവർ പറയുന്നുണ്ട് അല്ലേ, ഖാലൂ നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹിം വ ഇസ്മായിൽ വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ. ഞങ്ങൾ നിന്റെ ഇലാഹായ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ഇലാഹായ ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാഖിൻ്റെയും ഇലാഹായ, ഏക ഇലാഹായ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഓരോരുത്തരും ഈ ഒരു ഉപദേശം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം.
അല്ലേ? നമ്മളെ മക്കൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം. ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മൾ പറയുമ്പോൾ അവർക്കെന്താ ഷിർക്കെന്താ, പിന്നെ ബിദഅത്ത് എന്താ, ഒന്നും അറിയില്ല അവർക്ക്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, നമ്മള് അത്തരം പിന്നെ വിശ്വാസങ്ങളിലേക്കൊന്നും പോവാതെ നമ്മളെ മക്കളെ വളർത്തുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നില്ല. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ജാറങ്ങളും മക്കബറുകളിലും പോയി പ്രാർത്ഥിക്കുന്ന, അല്ലെ, നേർച്ച വഴിപാടുകൾ ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തതിൻ്റെ പേരിൽ നേർച്ചയാക്കുന്ന, അതൊക്കെ എന്താണ്, ഷിർക്കാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരു വിധേനയും അത്തരത്തിലുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നും, നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളെ റബ്ബിനെ വിളിച്ചാൽ, നമ്മളെ റബ്ബ് റഹ്മാനായ റബ്ബ്, വദൂദായ റബ്ബ്, അല്ലേ, എല്ലാ സമീആയ റബ്ബ്, അലീമായ റബ്ബ്, എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനുമായ ആ റബ്ബുണ്ട് എന്ത്, നമ്മൾ കേൾക്കാനും ഉത്തരം നൽകാനും. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം, ആ ഒരു വിശ്വാസം നമ്മുടെ മക്കളിൽ വളർന്നു വരുന്ന നമ്മളെ മക്കളെ ഹൃദയങ്ങളിൽ ഊട്ടി ഉറപ്പിക്കണം. നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുമ്പോൾ അതിൽ ഒരു കുഴപ്പമില്ലാന്ന് തോന്നും. പക്ഷേ നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി ജൂതന്മാരുടെ അപാരമായ തന്ത്രങ്ങൾ ഈ വിഷയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പല കോഴ്സുകളായിട്ടാണ് ഇന്ന് അത് വന്നുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള കോഴ്സുകളായിട്ട് മക്കളെ, വളർന്നു വരുന്ന യുവതലമുറകളെ വഴിപിഴപ്പിക്കാൻ വേണ്ടിയിട്ട് അവരറിയാതെ ഷിർക്കിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലേക്ക് ഇന്ന് പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം, അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് എത്തുന്നതിൽ നിന്ന്. പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നൂല, ചെയ്യുന്ന ആൾക്കും തോന്നൂല എന്ത് ഇത് തെറ്റാണ്. അങ്ങനെ വരുന്ന തെറ്റാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത്, അല്ലേ? അതിലൊരു പശ്ചാത്താപം, ഒരു തൗബ ഉണ്ടാവൂല, ഒരു ഖേദിച്ച് മടങ്ങലുണ്ടാവൂല, ഒരു നന്നാവണമെന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെയാണ് നമുക്ക് ശരിക്കും പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്, അല്ലേ? അവൻ തിന്മകൾ നിങ്ങൾക്ക് നല്ലതാക്കി കാണിച്ചു, അലങ്കാരമാക്കി അതിനെ കാണിക്കുന്നു പറയുന്നുണ്ട്. അപ്പോഴാണ് മനുഷ്യന്മാർ നമുക്കറിയാലേ, ആദം അലൈഹിസ്സലാമിനെ പോലും പിശാച് വഴിപിഴപ്പിച്ചത് എങ്ങനെയാണ്? നല്ലത് പറഞ്ഞു കൊടുത്തിട്ടാണ്, അല്ലേ? നിങ്ങൾക്ക് എല്ലാ കാലവും സ്വർഗത്തിൽ താമസിക്കുക, നിങ്ങൾക്ക് നല്ലതാ, അതുകൊണ്ട് നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യിപ്പിച്ചത്. ഇതേപോലെ തന്നെ, ഇതേപോലെയല്ല, അതിനേക്കാളെന്ന് പറഞ്ഞ പോലെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുമ്പോൾ അതിലൊരു തെറ്റും ഇല്ലയെന്ന് തോന്നും. ആ രീതിയിലേക്ക് നമ്മളിലേക്ക് ഓരോ കാര്യങ്ങളെ കൊണ്ടുവന്നിട്ട്, പലതരം കോഴ്സുകളായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് നമ്മൾക്കാണ് കഴിവുള്ളത്, ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് കഴിവ് കിട്ടേണ്ടത്, നമ്മളുടെ എനർജിയാണ് ഇതിന് ചിലവാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇല്ലാത്ത ഷിർക്കൻ വിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരവസ്ഥ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. വളർന്നു വരുന്ന മക്കൾ ഒരു ഇങ്ങനത്തെ യാതൊരു ഫിത്നയിലും പെട്ടു പോകാതെ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. നമ്മളെയും തന്നെ, നമ്മളും അറിയാതെ ചിലപ്പോൾ പെട്ടുപോകാൻ സാധ്യത ഉണ്ടല്ലേ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അപ്പം നമ്മളെപ്പോഴും ഇസ്ലാം, ഈമാൻ, ഇഖ്ലാസ്, തഖ്വ, ഇഹ്സാൻ, ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ പരിശ്രമിക്കണം. ഏക ഇലാഹായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ, ആ റബ്ബിനെ ആ ഇലാഹിനെ മാത്രമേ നമ്മൾ ആരാധന ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും, അല്ലേ, നമുക്ക് ഇലാഹായ അള്ളാഹുവാണെന്ത്, നമുക്ക് ആശ്രയം നൽകാനും അഭയം നൽകാനും നമുക്ക് പ്രതീക്ഷ വെക്കാനും എല്ലാം റബ്ബ് അല്ലെ, ഇലാഹായ അള്ളാഹു മാത്രമേ ഉള്ളൂ. ആ ഇലാഹിനോടാണ് എന്താക്കേണ്ടത്, ദുആ ചെയ്യേണ്ടത്, സഹായം തേടേണ്ടത്. അവനിലേക്കാണ് നമ്മൾ എന്താക്കേണ്ടത്, ഭരമേൽപ്പിക്കേണ്ടത്, തവക്കുൽ ചെയ്യേണ്ടത്, ഭയപ്പെടേണ്ടതും അവനെയാണ്. അവനോടാണ് നമ്മൾ പൊറുക്കലിനെ തേടേണ്ടത്. ഒരിക്കലും നമ്മൾ എന്താക്കാൻ പാടില്ല, പ്രതീക്ഷ മുറിയാൻ പാടില്ല. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഉപജീവനം നൽകുന്ന, നിർബന്ധിതൻ്റെ വിളി കേൾക്കുന്ന, മാർഗം നമുക്ക് മുമ്പിൽ കാണിക്കുന്ന, അനുഗ്രഹം തരുന്ന അള്ളാഹു മാത്രമാണെന്ത്,
ഇലാഹായ അള്ളാഹു. അതായത് ആരാധനകളെല്ലാം അർഹിക്കുന്നവൻ. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ചിന്ത, നമ്മളെ മനസ്സിൻ്റെ ചിന്തകളെ തട്ടുണർത്തുന്ന രീതിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു നാമത്തെ അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. സൂറത്തു നംല് 59 മുതൽ 64 വരെയുള്ള ആയത്തുകൾ നിങ്ങളൊന്ന് പാരായണം ചെയ്യണം. അതൊന്ന് പരിശോധിച്ചാൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അള്ളാഹു നമുക്ക് ഒരു ചിന്ത നമുക്ക് അതിലൂടെ ഇട്ട് തരുന്നുണ്ട്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ ചെയ്യണം. ഒരുപാട് അള്ളാഹു ചെയ്താണ്, ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ട് ഒരുപാട് ചോദ്യങ്ങൾ അള്ളാഹു ഉന്നയിക്കുന്നുണ്ട് അവിടെ. സൂറത്തു നംല് 59, 59 to 64. ഓക്കെ, 64 വരെയുള്ള ആയത്തുകൾ എല്ലാവരും ഒന്ന് അതിൻ്റെ അർത്ഥസഹിതം ഒന്ന് പാരായണം ചെയ്യണം. അതിൻ്റെ വിശദീകരണങ്ങളിലേക്കൊന്ന് നിങ്ങൾ പോകണം ഇൻഷാ അല്ലാഹ്. ഇലാഹായ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അർഹനായിട്ടുള്ളത് അല്ലേ. വേറൊരാളോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല അല്ലേ. വലാ തദ്ഉ മഅ അല്ലാഹി ഇലാഹൻ ആഖർ ലാ ഇലാഹ ഇല്ലാഹു. അള്ളാഹിനോടൊപ്പം വേറൊരാളെയും വേറൊരു ഇലാഹിനെയും നീ എന്താക്കരുത്, വിളിക്കരുത് അല്ലേ, വിളിച്ച് പ്രാർത്ഥിക്കരുത്. അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല. അവൻ എന്താണ്? അവൻ ഹയ്യാണ് അല്ലേ. ഹുവൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവൻ. ലാ ഇലാഹ ഇല്ലാഹു ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ ഏക ഇലാഹായ അള്ളാഹുവിന് അല്ലേ, അവനെ മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക. ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനോട് ദുആ ചെയ്യാനാണ് പറയുന്നത്. ഇഖ്ലാസിലെ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അള്ളാഹ്ക്ക് വേണ്ടി മാത്രം, അള്ളാഹുവിന് മാത്രം. യഥാർത്ഥ തൗഹീദ് എന്ന് പറയുന്നത് ഇഖ്ലാസാണ് അല്ലേ. നമ്മളെ നിയത്തും നമ്മുടെ കർമ്മങ്ങളും എല്ലാം എന്താകണം? ഇഖ്ലാസോട് കൂടിയാകണം. ആ ഇലാഹായ അള്ളാഹുവാണെന്ത്? നമുക്ക് പാപമോചനം നൽകുന്നവൻ അല്ലേ. തെറ്റുകുറ്റങ്ങൾ പുറത്തു തരാനും മറച്ചു തരാനും എല്ലാം ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത് ഇലാഹായ ഈ അള്ളാഹുവിനോടാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക് വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹു തആല പറയുന്നു അല്ലേ, ആകയാൽ അള്ളാഹു അല്ലാതെ യാതൊരു ഇലാഹുമില്ലെന്ന് നീ മനസ്സിലാക്കുക. നിന്റെ പാപത്തിന് നീ പാപമോചനം തേടുകയും ചെയ്യുക. സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും വേണ്ടിയും പാപമോചനം തേടുക. ഇലാഹായ റബ്ബിലേക്കാണ് നമ്മൾ തിരിയേണ്ടത് അല്ലേ. അവൻ ഏക ഇലാഹാണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. എന്നിട്ട് അള്ളാഹുവിനോട് നമ്മളെ തെറ്റുകുറ്റങ്ങൾക്ക് അള്ളാഹുവിനോട് എന്താക്കണം? പാപമോചനം തേടണം. ഒരിക്കലും നമ്മൾ എന്താക്കാൻ പാടില്ല? രണ്ട് ഇലാഹകളെ സ്വീകരിക്കാൻ പാടില്ല. അവൻ അള്ളാഹു ഒരേ ഒരു ഇലാഹ് മാത്രമേ ഉള്ളൂ. സൂറത്തു നഹ്ല് 51-ാമത്തെ ആയത്ത്. അതുപോലെ സൂറത്തുൽ അംബിയ അതിൽ പറയുന്നത് ഖുൽ ഇന്നമാ യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫഹൽ അൻതും മുസ്ലിമൂൻ. അല്ലാഹു തആല ചോദിക്കുന്നല്ലേ, നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹ് മാത്രമാണെന്നത്രേ എനിക്ക് വഹി നൽകപ്പെടുന്നു. അതിനാൽ നിങ്ങൾ മുസ്ലിങ്ങളാകുന്നുണ്ടോ? അതാണ് ചോദ്യം. നിങ്ങൾ മുസ്ലിങ്ങളാകുന്നുണ്ടോ? നമ്മളിങ്ങനെ പറയുന്നുണ്ട് അല്ലേ, ഞാൻ മുസ്ലിമാണെന്ന്. ശരിക്കും നമ്മൾ മുസ്ലിം ആകുന്നുണ്ടോ? ഒരു മുസ്ലിം എന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിന് കീഴ്പ്പെടുക, അള്ളാഹുവിന് അനുസരണയുള്ളവനാകുക, അള്ളാഹുവിനെ ധിക്കരിക്കാതെ കീഴ്വണക്കത്തോടെ അനുസരണ ചെയ്യുക. അള്ളാഹുവിന് കീഴ്പ്പെട്ട് അള്ളാഹുവിൽ സമർപ്പിച്ച് ജീവിക്കുന്ന അല്ലെ, അങ്ങനെയാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ നമ്മളായിട്ടുണ്ടാ? നമ്മളൊരു യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ പൂർണ്ണമായും അള്ളാഹുവിന്
നമ്മളെന്താകണം? സമർപ്പിക്കുന്നവരാകണം, കീഴ്പ്പെടുത്തുന്നവരാകണം. അതാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഉം. നിങ്ങൾ മുസ്ലിങ്ങളാകുന്നുണ്ടോ? നമ്മൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നുണ്ടോ? അല്ലേ? നമ്മൾക്ക് അള്ളാഹുവിനെ കാണണം, കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കണ്ടുമുട്ടണം, അള്ളാഹുവിനെ കണ്ടുമുട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ ലിഖാ നമ്മൾ കൊതിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താകണം? അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. കണ്ടോ അല്ലേ? നിശ്ചയമായും അള്ളാഹു എന്താണ്? ഏക ഇലാഹായ അള്ളാഹു ഇലാഹാകുന്നു അള്ളാഹു. അതുകൊണ്ട് തന്നെ ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ കൂടിക്കാഴ്ച അല്ലെ, ആ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹ, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തൻ്റെ റബ്ബിലെ ഇബാദത്ത് ചെയ്യുന്നതിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. അപ്പം ഈ വിഷയത്തിൽ നമ്മൾ വളരെ 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 സൂക്ഷ്മത പാലിക്കണം. അള്ളാഹുൽ പങ്കു ചേർക്കുക എന്നൊരു ഇത് നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അതുമാത്രമല്ല, റബ്ബിനെ കണ്ടുമുട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിലാകണം നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്. അമല സ്വാലിഹാത്തുകൾ, ഷിർക്കില്ലാത്ത, ഒരു കലർപ്പില്ലാത്ത, പ്യുവറായ, പരിശുദ്ധമായ ഇബാദത്ത്, ഏക ഇലാഹായ അള്ളാഹുവിനെ മാത്രം, വേറൊന്നിനെയും നമ്മൾ മുമ്പിൽ കൊണ്ടുവരാൻ പാടില്ല. വേറൊന്നും നമുക്ക് വേണ്ട. റിയാ അല്ലെ, റിയാ എന്ന് പറയുന്നത് ഷിർക്കുൻ അസ്ഗറാന്ന് പറയുന്നുണ്ട്. അതും നമ്മളിൽ വരാൻ പാടില്ല. ആളുകളെ കാണിക്കാൻ അല്ലെ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, അവിടെ അള്ളാഹുക്ക് ചെയ്യേണ്ട ഇബാദത്തുകൾ ജനങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ആ റബ്ബിനെ, ആ അള്ളാഹുവിനെ നമ്മൾ എന്താകണം? ഭയപ്പെടണം. ഭയപ്പെടണം മാത്രമല്ല, റബ്ബില് കീഴൊതുങ്ങി നമ്മൾ ജീവിക്കണം. അള്ളാഹിനെ കണ്ടുമുട്ടാൻ നമ്മൾ ആഗ്രഹിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അല്ലേ? റബ്ബിനെ കണ്ടുമുട്ടാൻ കൊതിയോടെ നമ്മൾ ആഗ്രഹിക്കുകയും അതിനുതകുന്ന രീതിയിൽ കർമ്മങ്ങൾ നന്നാക്കുകയും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്ക് ഒരു പ്രാർത്ഥന പഠിക്കാനുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലേ? ഈ പ്രാർത്ഥനൻ്റെ പ്രത്യേകത എന്താ പറയുന്നറിയോ? ഈ പ്രാർത്ഥന കൊണ്ട് ദുആ ചെയ്യുന്ന ഏതൊരു മുസ്ലിമിനും അല്ലാഹു തആല ഉത്തരം നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രാർത്ഥന വരുന്നില്ല അല്ലേ? പ്രാർത്ഥനയല്ല അവിടെ വരുന്നത്. എന്താ? അള്ളാഹുവിലേക്കുള്ളൊരു മടക്കം. ലാ ഇലാഹ ഇല്ലാ അൻത് സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അപ്പം ഞാനല്ലാതെ അല്ലേ, അള്ളാഹുവേ, നീയല്ലാതെ ഒരു ഇലാഹില്ല, ആരാധ്യനായിട്ട് മറ്റാരും ഇല്ല റബ്ബേ, നീ എത്ര പരിശുദ്ധൻ. സുബ്ഹാനക് അല്ലെ, അള്ളാഹുവിനെ സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, പ്രകീർത്തിക്കുന്നു. തീർച്ചയായും ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽപ്പെട്ടവനാകുന്നു അള്ളാഹുവേ, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തന്നെ റബ്ബേ, എന്നെ ഈ പ്രയാസത്തിൽ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നല്ല ഒരു അടിമയായിട്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിമയായിട്ട് ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.